Pain is inevitable, but suffering is optional. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷണൽ ആക്കാൻ ഇവിടെ പല മെത്തേഡ്സും ഉണ്ട്. എപ്പിഡ്യൂറൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റും, and that makes your whole process a lot more beautiful. May a little life take root within a journey of love. And it's truly special to have you here with us. Thank you, Uttara, for joining us despite your bad schedule. I know you're waiting to rush to a dance program today. And I find its way someday. In quiet moments, we dream and wait for tiny hands and a blessed faith. May our love bring life anew. ഇപ്പോഴാണ് നമ്മൾ എക്സസൈസിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാൻ തുടങ്ങിയത്. ബട്ട് മേ ബി പണ്ട് കാലത്ത് അത് നമ്മുടെ റെഗുലർ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിരുന്നു. നമ്മൾ നിലത്തിരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. ഊണ് കഴിക്കാനും ഒക്കെ നമ്മൾ നിലത്തിരുന്നിട്ട് കുനിഞ്ഞിട്ടാണ് കഴിച്ചിരുന്നത്. അതുപോലെ നമ്മുടെ ടോയ്ലറ്റ്സ് ആണെങ്കിലും ഇന്ത്യൻ ടോയ്ലറ്റ്സ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റെഗുലർലി സ്ക്വാട്ടിങ് എവറി ഡേ. അതുപോലെ കുളിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് ദേഹം അനങ്ങിയിട്ടാണ് പണിയെടുത്തിരുന്നത്. തുണി നനയ്ക്കാനാണെങ്കിലും വീട് വൃത്തിയാക്കാനാണെങ്കിലും എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ കുറെ അങ്ങനെ ചേഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വി ആർ വെരി മച്ച് പാമ്പേർഡ്. നമ്മളെല്ലാം ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ആണ് ചെയ്യുന്നത്. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മളതൊരു ബ്രേക്ക് ആയിട്ടാണ് വിചാരിക്കുന്നത്. ഭക്ഷണം കഴിക്കുക, TV കാണുക, ഇങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ ഒരു 8-9 months അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്കൊരു കുട്ടിയെ പുഷ് ചെയ്യാനുള്ള ഒരു ബോഡി സ്ട്രെങ്ത് ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സസൈസിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് പറയുന്നത്. A precious soul, tender and true. May a little life take root within. Thank you so much once again for inviting me today, and all the best to all of us.